നിങ്ങൾ കണ്ണാടി നോക്കി സംസാരിക്കുന്നവരാണോ? എങ്ങനെ കുറച്ച് സംസാരിച്ചാൽ കണ്ണൊക്കെ ഒന്ന് പൂത്തുമോ? പലപ്പോഴും നമ്മൾ സംസാരിക്കുക നമ്മളെ കുറവുകളെ കുറിച്ചിട്ടായിരിക്കും അല്ലേ? ഇനി നിങ്ങളത് സംസാരിക്കും, ചിലപ്പോൾ നല്ലത് സംസാരിക്കും. നല്ലത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് സെൽഫ് ടോക്ക് എപ്പോഴും ഉണ്ടാവണം നല്ലതാണ്. കാരണം അത് നമുക്ക് നല്ലൊരു ഇമ്പ്രൂവൈസേഷൻ കൊണ്ടുവരും. അതോടൊപ്പം നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വിമർശിക്കണം. സ്വയം വിമർശനമൊക്കെ എന്ന് പറയും അല്ലേ? നമ്മൾ ഓരോ ചെയ്തികൾക്കകത്ത് ചിലതൊക്കെ നന്നായിട്ടുണ്ടാവും, ചിലതൊക്കെ നല്ല ചെയ്യാൻ പറ്റിക്കണ്ടില്ല. പക്ഷെ എന്നാലും ചെയ്യാതെ പോയതിനെല്ലാം കുറിച്ച് നമ്മളൊന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് അതിനെ നമ്മൾ സ്വയം വിമർശിക്കണം. ഇന്ന് സ്വയം വിമർശിക്കുന്നതിന് പകരം ഫേസ്ബുക്കിലും മറ്റുള്ളവരെ വിമർശിക്കാൻ നമുക്ക് ഭയങ്കര കഴിവാണ്. അതൊരു കഴിവായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് അല്ലേ? അപ്പം നമ്മളെ സ്വയം വിമർശനാത്മകമായി നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ മേഖലകളെയും നമ്മുടെ ജോലികളെക്കുറിച്ചും നമ്മുടെ പഠനത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ സ്വയം വിമർശനം നടത്തണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനകത്ത് വലിയൊരു മാറ്റത്തെ നമുക്ക് നഷ്ടപ്പെടുത്തും. കാരണം ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. ഇന്ന് എന്ത് സ്ഥിതിയിലാണോ ആ തലസ്ഥിതി തുടരാന്നില്ലല്ലോ, മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾക്ക് നമുക്ക് ഏറ്റവും വലിയൊരു കരുതലാണ് ഒരു സ്വയം വിമർശനാത്മകമായി നമ്മളെ സമീപിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്താനും വരും. പക്ഷെ നമ്മളെ ബ്ലെയിം ചെയ്യുന്നവരെ നമ്മൾ എന്ത് വേണം? അവർ പറയുന്നതിൽ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അവരെ കൺസേൺസ് മാത്രം എടുത്തുകൊണ്ട് അതിന് എടുക്കേണ്ടത് എടുക്കുക, അല്ലാതെ തള്ളിക്കളയാം. അത് വെറുതെ തലവെച്ച് കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ വിമർശിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അവകാശങ്ങളുണ്ടല്ലോ അല്ലേ? അതല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഒരാളെ വിമർശിക്കാനും നമ്മളെ വിമർശിക്കാനും വേറെ ആൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ, നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിൽ സ്വയം വിമർശനാത്മകമായുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിപ്രഭയെ തീർച്ചയായിട്ടും വളരെ ഗുണം ചെയ്യും. കാരണം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ എന്താണെന്നുള്ളത്. നമ്മൾ അന്യൻ്റെ ഒരു കാര്യത്തിൽ പോയി കൺസേൺസിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നതിന് അപ്പുറം നമ്മളൊരാൾ ഉപദേശിക്കുകയാണെങ്കിൽ, നമ്മൾ പറയുകയാണെങ്കിൽ നല്ലത് മാത്രം സ്വീകരിച്ച് അതിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താണ്. കീപ്പ് ഓൺ ചേഞ്ചിങ്, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ദിവസം അതിൻ്റെ ചെറിയ സമയം കണ്ടെത്തണം. അത് ചില ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനായാലും മതി. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ല. ഒരു 4-5 ദിവസത്തെ ടാസ്ക്കാണ്, ഒരു പ്രൊജക്റ്റാണ്, ഒരു മാസത്തെയാണ്. ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സ്വയം വിമർശിച്ചുകൊണ്ട് നമുക്കതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ വരുത്താനും പറ്റണം. നമ്മൾ ഇനി ആരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ രീതിയിലായിരിക്കണം, അവരെ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി തള്ളി വിടാന്നല്ല. അത് പറയുമ്പോൾ പോലും നമുക്കതിലൊരു മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനുള്ള രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ വിമർശിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോൾ ആ സെൽഫായിട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ടല്ലോ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലേ? അങ്ങനെ പറയാം. നമുക്കൊരു വളർച്ച ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ വിമർശിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളെ കുറിച്ച് സെൽഫായിട്ട് നമുക്കൊരു കണ്ടീഷനിങ് നടത്താം. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളെ കണ്ടീഷൻ ചെയ്യാണ്. ഓക്കെ, ഇന്നലെ ചെയ്തതിൽ എനിക്കൊന്നും കൂടി ബെറ്റർ ആക്കാണ്ട്, തെറ്റ് പറ്റി, ഞാനത് വിമർശനാത്മകമായി തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് കണ്ടീഷനിങ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും നമ്മുടെ ഹാബിറ്റ്സിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതൊരു ലൈഫിലൊരു സ്കില്ലായി കൊണ്ടു നടക്കണം. ഒരു വിമർശിക്കാനുള്ള അവകാശത്തോടൊപ്പം നമ്മളെ വിമർശിച്ചുകൊണ്ട് ലൈഫിലൊരു നല്ല മികച്ച ലൈഫിൽ സ്കില്ലായിട്ട് തന്നെ നമ്മൾ അതിനെ കൊണ്ടു നടക്കുക. സോ കീപ് ഇറ്റ് അപ്പ്.